ആനക്കുളി കാണാൻ വന്ന എന്നാ വരച്ചരച്ചരച്ച് കുളിപ്പിക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ആനകുളി കാണാൻ പോവുകയാണ്. ഞാനും ഇനു അല്ലിനോ. നമ്മൾ ചെറുന്ന് പോയാണ്. ചെറുന്ന് അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയില്ലേ. അപ്പോൾ ആടെ ആന ഉണ്ടല്ലോ. അപ്പോൾ ആന കുളിക്കുന്ന സമയമായിപ്പോൾ. ആന ഈ സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആന കുളി നേരത്തെ കഴിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യമെല്ലാം ആനകുളി കാണാൻ പോകണ്ടല്ലേ ഇനോ. ആ ആന 2:30-3 മണി ആ സമയത്ത് തന്നെ കുളിക്കും. 3-3:30 ഇപ്പം 3:30 മണിയായി. കുളിച്ച് കഴിഞ്ഞോന്നറിയില്ല. എന്തായാലും നമുക്ക് പോവാം. ആനെ കണ്ടാൽ മതിയല്ലേ. കുളിക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് കുളിക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ കാണാം കേട്ടാ. കുളിക്കുന്ന നാളെ കാണാം. ഇന്ന് ആനെ കണ്ടിട്ട് വരാം. സെറ്റ്. അപ്പോൾ ആനകുളി കാണാൻ നമ്മൾ പോവുകയാണ്. നമ്മളങ്ങനെ ചെറുന്ന് കോപ്പുറം അമ്പൽ റോഡ് കയറി കേട്ടോ. ഇങ്ങനെ പോയെന്ന് എത്തി. ഇപ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇനി അമ്പലത്തിൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. ഈ റൂട്ടിൽ അങ്ങനെ ആൾക്കാർ വണ്ടിയും കാര്യങ്ങളൊന്നും കൂടുതലില്ല. ഇപ്പം അമ്പലത്തിനടുത്ത് അമ്പലത്തിൻ്റെ ചിറ. മുമ്പ് ഈ ചിറക്കുന്നാണ് കുളിപ്പിക്കല്. അമ്പലത്തിൻ്റെ ചിറ ഉണ്ടോ. ഈ ചിറക്കുന്നാണ് ആന കുളിപ്പിക്കലുണ്ട്. ആന വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കിടന്നിട്ട് പാപ്പാന് ചേരിയിട്ട് അരച്ചരച്ച് കുളിപ്പിക്കും മുമ്പ് അമ്പലത്തിൻ്റെ ചിറയിൽ. ഇപ്പോൾ ചിറ അടിപൊളിയായി എന്താ. ചിറ ചെടിയെല്ലാം വെച്ച് സൈഡെല്ലാം അടിപൊളിയാക്കി സെറ്റപ്പാക്കി. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ചിറയിൽ നിന്ന് കുളിപ്പിക്കില്ല. ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാലേ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ പറഞ്ഞാൽ വെള്ളം ചൂടാവുമല്ല. ചൂടാകുന്നതുകൊണ്ടാണ് ചെറിയ ആനകളെ കുളിപ്പിക്കാത്തതാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ അപ്പുറത്തെ കെട്ടുന്ന ഭാഗത്തുള്ള വീടില്ല, ആന കെട്ടുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ വീടുകളിൽ നിന്ന് പൈപ്പ് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് കുളിപ്പിക്കലാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിനപ്പുറത്തെ പ്രാവശ്യമെല്ലാം അങ്ങനെയാണ്. പക്ഷെ മുമ്പ് ചെറിയ കുളിപ്പിക്കൽ ഇവിടെ ഇറക്കിയിട്ട് അത് കാണാൻ നല്ല രസമാണ്. നേരെ ആന കെട്ടുന്നിടത്തേക്ക് പോവാം. എന്താ അവസ്ഥ നോക്കാൻ. ആന ഇവിടെ ഇഷ്ടം പോലെ വണ്ടി ആൾക്കാരുണ്ടല്ലോ. ആനകുളി കാണാൻ വേണ്ടിക്കാൻ തോന്നട്ടോ. ആനെ കൊണ്ടിരുന്ന ലോറി ചെയ്താ. ലോറി ആനെ കൊണ്ടിരുന്ന ലോറി ചെയ്താ കണ്ടോ. ഇതുണ്ടോ ആനക്ക് നിൽക്കാനുള്ള ഗ്യാപ്പെല്ലാം ആക്കിയിട്ട് മരത്തിലൊക്കെ ഉണ്ട്. കണ്ടോ അപ്പുറം അതാ ഇപ്പുറം അതാ കണ്ടോ. ആൻ്റെ കുളി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അതിനോ കൈ പിടിച്ചേ. ആന കുളി കഴിഞ്ഞെന്ന് തോന്നുന്നു. നോക്കാൻ നമുക്ക് നല്ല ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. കുളിപ്പിക്കുന്നുണ്ട്. എന്താ കുളിപ്പിക്കുന്നുണ്ടോ. ഒരാനപ്പുറം ലോറിൻ്റെ അപ്പുറം ഉണ്ട്. ഒരാനടുത്ത് കുളിപ്പിക്കുന്ന. ഇതാ ആന കുളിപ്പിക്കുന്നത് കണ്ടോ. ആന കുളിപ്പിക്കുകയാണ്. ഇതാ കണ്ടോ വരച്ചരച്ച് കുളിപ്പിക്കുന്നുണ്ടോ. ആന വരച്ചരച്ച് കുളിപ്പിക്കുന്ന. എന്താ പൈപ്പ് വെച്ചിട്ട് വെള്ളമടിച്ചിട്ട് പൈപ്പ് വെച്ച് വെള്ളമടിച്ച് ഇങ്ങനെ വരച്ചരച്ച് കുളിപ്പിക്കുക കണ്ടോ. പിന്നെ അങ്ങ് അവിടെ ഒരു ആനയുണ്ട്. ആന കണ്ട അപ്പുറം ലോറിൻ്റെ അപ്പുറം. ഇതിനും ലോറിൻ്റെ അപ്പുറം കണ്ട ആന. അതാ ലോറിൻ്റെ അപ്പുറം. അതാ ലോറിൻ്റെ അപ്പുറമാണ്. രണ്ടാന. ഇവിടെ രണ്ടാന ഉണ്ടല്ലേ. ആനെ കൊണ്ടിരുന്ന ലോറി ഉണ്ടോ. ആനെ കൊണ്ടിരുന്ന ലോറി ഉണ്ടോ. ഇതാ പൈപ്പ് വെച്ച് കുളിപ്പിക്കാനൊക്കെ. പൈപ്പും വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കുളിപ്പിക്കുക കണ്ട. തേച്ച് കുളിപ്പിക്കുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലോ കാണാനോ. നല്ല രസമുണ്ടോ ആനെ കുളിപ്പിക്കുന്നത്. എന്നാ വരച്ചരച്ച് കുളിപ്പിക്കുക. ആനകുളി കാണുന്ന ആൾക്കാർ അതുകൊണ്ടോ. ആനകുളി അല്ലേനോ. ആന വിളിക്കുന്നു. ആനക്ക് തിന്നിട്ട് പട്ട കണ്ടോ. പന ആനൻ്റെ ഫുഡ് കണ്ടോ എടുത്തു. ആൻ്റെ ഫുഡ് ആൻ്റെ ഫുഡ്. പോവാ നമുക്ക്. പോവാ മതിയില്ലേ. നമുക്ക് നാളെ വരാം കേട്ടാ. എനക്ക് വേറെ പോകാനുണ്ട്. നമുക്കൊരു ഷൂട്ടിംഗ് ഉണ്ട്. റൈത്തേട്ടനോ മിനീഷും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാ. വേ പോവാട്ടോ. ഞാൻ ഇപ്പം വരുന്ന പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പോയിട്ടാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് പോവാം. നമുക്ക് നാളെ വരാം കേട്ടോ. ഇനു ഓക്കെ അല്ലേ. നമ്മൾ നാളെ വരും അല്ലേനു. ഓക്കെ
ഇവിടുന്ന് പോവാ. നാളെ നമുക്ക് കുറച്ച് നേരത്തെ വരാം കേട്ടോ. ഇത് കറക്റ്റ് സമയം കേട്ടോ, 4 മണി. ഇപ്പോൾ 4 മണിയായി, 4:10. 4 മണിക്കെല്ലാം ഇവിടുന്ന് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ ആന. ഞായറാഴ്ച 3:30 3 ആകുമ്പോൾ തീരും. ഒരാന അപ്പുറത്ത് ആന കുളിപ്പിക്കണം അത്ര, അപ്പുറം കണ്ടോ ഒരാന അവിടെ, അതിനെ കുളിപ്പിക്കണം അത്ര. അവർക്ക് 4 ആനയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2 കാണുന്നു. ഇനി വേറെ കെട്ടീനാമോ, വേറെ കെട്ടീനാന്നറിയില്ല. അവിടെ ഇപ്പോൾ ടോട്ടൽ ഇവിടെ 2 അല്ലേ? ഇവിടെ 2. വേറെ അപ്പുറമെല്ലാം കെട്ടലുണ്ട്. ഇനി അപ്പുറം കെട്ടീനാന്ന് അറിയില്ല. 3-4 ആന ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ആനയെ കാണുന്നു. ഇവിടെ 2 ആനയെ കെട്ടല്, 2 ഇവിടെ ഉണ്ടാവില്ല ഈ പറമ്പിൽ. ഇവിടെ 2 ആന ഉണ്ടാവില്ല. പോവാ നമുക്ക്. വേറെ 2 ആന ഇപ്പുറത്തുനിന്ന് കുളിപ്പിക്കുന്നുണ്ട്. ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് കടത്തിട്ട് കുളിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ആൾക്കാരൊക്കെ ആണല്ലേ ഫുള്ള്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4-5 ആന ഉണ്ട്. ഇതാ ഒന്നിനെ കുളിപ്പിക്കുന്നു. കണ്ടതിനോ ഇങ്ങോട്ടോ കുറച്ച് കുളിപ്പിക്കുക. വേണ്ട ആനക്കുളിയാണോ ഇതൊന്ന് വീടിന് കടത്തിട്ട് കുളിപ്പിക്കണം. വേണ്ട നമ്മള് ഗംഗാട്ടൻ്റെ വീടാ. ഇല്ലോ കണ്ടാ എന്നെ കണ്ടോ? പോവുകയാണ്. അമ്മ ഇവിടുന്ന് വിടുകയാണ്. ഇങ്ങോട്ടോ ഇതെന്താ കളിക്കുന്നതിന് ഒരു വണ്ടിയൊക്കെ ഉണ്ട്. ആനക്കുളി തന്നെ നമുക്ക് നാളെ കേട്ടോ. നാളെ നമുക്ക് നേരത്തെ വരുമല്ലോ അല്ലേ? നേരത്തെ വന്നൊരു കാര്യമില്ല. ഈ സമയത്ത് 3:30 മണിക്കെല്ലാം കുളിപ്പിക്കുന്നു കേട്ടോ. 3:30 മണി. ഇപ്പം 4:45 4:30 ഇപ്പോൾ കുളിപ്പിക്കുന്ന അത്ര കേട്ടോ. നമ്മളെ വണ്ടി കയറിക്കോ. നമ്മൾ പോക്കായി അല്ലേ? നമ്മിന് നാളെ വരും അല്ലേ? നോക്കിയാ ഹാപ്പി അല്ലേ? ഉറപ്പല്ലേ? നാളെ വരും അല്ലേ? വന്നിട്ട് അത്രയും സമയം നിന്നിട്ടില്ല, കൂടുതൽ സമയം നിന്നിട്ടില്ല. ആൾക്കാരൊക്കെ ഉണ്ടോ? അതിനിടയ്ക്ക് വീടുന്ന ബലൂണെല്ലാം വെക്കുന്നുണ്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട്. പിന്നെ ആനൻ്റെ അടുത്ത് എപ്പോഴും ആംബുലൻസ് ഉണ്ട് കേട്ടോ. കൈനോല്ലോ അതിൻ്റെ അപ്പുറത്തെ കൊല്ലെല്ലാം കണ്ടിന്. ആനനെ വെക്കുന്നിടത്ത് ഒരു ആംബുലൻസ് ഉണ്ടാവും. ആംബുലൻസ് എന്ന് വെച്ചാൽ എമർജൻസി എലഫൻറ്റ് റെസ്ക്യൂ ടീം. ആംബുലൻസിൽ ഇതിന് അങ്ങനെ പറ. എമർജൻസി എലഫൻറ്റ് റെസ്ക്യൂ ടീം കേട്ടോ. ആനക്ക് നിങ്ങൾ പറ്റിയാൽ വേണ്ടുന്ന ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ ആ വണ്ടിയിലുണ്ടാവും. അതാണ് എന്തായാലും സെറ്റ്. നമ്മളിന്ന് പോയി കേട്ടോ. നേരെ എനിക്ക് കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ഇനുവിനെ വീട്ടിലാക്കിയിട്ട് പ്രൈത്തേട്ടൻ്റെ അടുത്തേക്ക് പോകണം. നമുക്കിന്ന് ഷൂട്ടുണ്ട്. ഓക്കെ വിടാം. ടാറ്റ പറഞ്ഞു. ടാറ്റാ. നമ്മൾ നാളെ വരും അല്ലേ? യാസ്. ഞാനങ്ങനെ പിലാത്തിലെത്തി. ഇനുവിനെ വീട്ടിൽ ആക്കിയിട്ട് നേരെ പിലാത്തിലേക്ക് കാണാം. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ചായക്കട തുറന്ന് നോക്കട്ടെ. ചായക്കട തുറന്ന് നോക്കട്ടെ. തുറന്നിനാ? യെസ്, ചായക്കട തുറന്നിനി. ഇതാ എന്ത് കടയാന്ന്? വെറും തട്ടുകടാന്നേ വരില്ലു. വെറും തട്ടുകട. അതാണ് വെറും തട്ടുകട. തട്ടുകടാന്നേ വരില്ലു. യെസ്. ചൂട് നിലമന അജാതി ചൂട്. പുക വാറുന്നു അങ്ങനത്തെ ചൂട്. അതുകൊണ്ട് ചായ ഉണ്ട്. തുറന്നീ. അങ്ങനെ നമ്മൾ തിരിക്കുകയാണ്. ഇതാ രതീഷ് ഉണ്ട്. ഉള്ളിയോട് ഉണ്ട്, ബോണ്ട ഉണ്ട്, പരിപ്പോട് ഉണ്ട്, അപ്പം എന്തൊക്കെയോ ഉണ്ട്. ഫ്രഷ് പഴംപൊരി ആണെന്ന് മറക്കട്ടെ. ആരെങ്കിലും പൈസ ഇട്ട് കൊടുത്തൊക്കെ അല്ലേ? ഗൂഗിൾ പേ ആണ്. നമുക്ക് ചായ മധുരം കുറവ്. കണ്ടോ രതീഷിൻ്റെ നീളം നോക്കിയോ? രതീഷിൻ്റെ നീളം കണ്ടോ? ബടാ രതീഷ്.
ബാ ഗിരി മധുരം കുറവ് പറഞ്ഞോ? നിങ്ങൾ മധുരം കുറവ് തന്നെയല്ലേ? ഞാൻ ഷുഗർ കട്ടാണ്. ആ കുറച്ച് മാത്രം കുറവ്. ചെറിയ ഷുഗർ വേണമല്ലോ. വേണം, ചെറുങ്ങാണോ? അല്ല പിന്നെ കുടിക്കാൻ ചിലപ്പോൾ അല്ലേ? നമ്മൾ ഷുഗർ കട്ട് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ മധുരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ അങ്ങനെ ഉണ്ടല്ലേ? അതാ തന്നെ പോലെ അതിപ്പോൾ മധുരം ശരിയാവില്ല. ജഗീഷ് ബള്ളിന് വെക്കുന്നു. മിനീഷ് ഗതീഷ് എന്ന് പറയുമ്പോൾ മിനീഷ് വരുന്നുണ്ട് ഇപ്പോൾ മധുരം കുറവ് വിത്തോട്ടാക്കണ്ട. ആ അതാ ചൂട് ഡേറ്റ് ചൂട് നൈസാ. ചായ മോശമില്ല കേട്ടോ. അപ്പോൾ ഇല്ലാത്തതിൽ ഇവിടെ MRFൻ്റെ തൊട്ടിപ്പുറം ബാക്കിൽ ഇവിടെ വന്നാൽ കുടിച്ച് നോക്കുക കേട്ടോ. ഇതാ രണ്ടേട്ടന്മാർ നടത്തുന്ന ചായക്കട. ശശിയേട്ടൻ്റെ സ്പെഷ്യൽ ആളെ ശശിയേട്ടനാ ഭയങ്കര ചായ അടിക്കുന്നുണ്ടോ? ചായ മോശമില്ല. ചായ മോശമില്ല. അപ്പം മുട്ട മിക്സ് അല്ലേ? എല്ലാം മിക്സ് അല്ലേ? ഞാൻ വന്ന് കഴിച്ചിട്ടില്ലേ അല്ലേ? അതന്നെയാണ് നൈസാട്ടോ. കഴിച്ച് നോക്കുക. നമ്മുടെ പിള്ളാത്തറ MRF ടയറിൻ്റെ ഷോപ്പിൻ്റെ നേരെ ബാക്ക് സൈഡ് കേട്ടോ. തൊട്ട് ബാക്കിൽ കാണുകയും ചെയ്യില്ല. പക്ഷേ റോഡിൽ നിന്ന് അങ്ങനെ കാണൂല, ഒരു ഉള്ളോട്ടേ കാണും. ആ ഷോപ്പിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡിലല്ലേ അല്ലേ? എന്നാൽ കഴിച്ച് നോക്കട്ടോ. നല്ല ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരും, പറഞ്ഞു തരും. നല്ല പിന്നെ പറയുകയും ചെയ്യില്ല കേട്ടോ. മോശമില്ലാന്ന് തോന്നിയോണ്ട് നിങ്ങൾക്ക് പറഞ്ഞു അപ്പം വന്ന് കഴിച്ച് നോക്കുക. അഭിപ്രായം പറയാം കേട്ടോ. ഇതുവഴി പോകുമ്പോൾ എല്ലാം കയറിയാൽ മതി. ഇവിടുന്ന് പോയി കേട്ടോ. മിനീഷ് അതിനിടയ്ക്ക് എന്തോ പെട്ടെന്ന് എന്തോ പോകേണ്ടി വന്നിട്ട് മിനീഷ് പോയി. മിനീഷ് ചതിച്ചു. മിനീഷിയുടെ വന്നപാട് ഒറ്റ പോക്ക് പോയി പോരും. വന്നത് ഞാനറിയില്ല, ഞാൻ വരുന്നതിന് മുമ്പേ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ മിനീഷ് അണ്ണൻ പോയി. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് നടന്നിട്ടില്ല. ഇതിന് പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിന് വേണം എല്ലാം എഴുതട്ടോ. പ്ലേ ബാക്ക് സിംഗർ അഭിജിത്ത് കൊല്ലം നയിക്കുന്ന ഗാനം വേണം. നമ്മളെ സ്വരാഗ് ഓർക്കസ്ട്ര. ഓക്കെ. പിന്നുണ്ടല്ലോ എന്നാ ഈ സ്റ്റേജ് പരിപാടിക്ക് പോയിട്ട് ഉള്ള വീഡിയോസ്, അതായത് പാട്ടും കാര്യങ്ങളൊന്നും എൻ്റെ യൂട്യൂബിൽ വ്ളോഗിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. കാര്യം നിങ്ങൾക്കറിയാലോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. അതെല്ലാം കാണണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കയറിക്കോട്ടോ. ഓക്കെ. പിന്നെ അഭിജിത്ത് കൊല്ലത്തിൻ്റെ പാടുന്ന വീഡിയോസും ക്ലിപ്പെല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ. അതുപോലെ നമ്മളെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനാ കയറി നോക്കട്ടോ. ഇവിടെ പോയിട്ട് പരിപാടിക്ക് പോകണം. പോയിട്ട് റെഡി ആയിട്ട് വരണം. എന്നിട്ട് പരിപാടിക്ക് പോകണം. ഓക്കെ പറയത്തോട്ടോ. കാണാം കേട്ടോ. ഓക്കെ ശരി. ഇവിടെ വന്നോ.